once again welcome back to my channel. ഞാൻ മുഫ്ത അവസ്ഥല. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ബേസിക് സ്ലീവ് പാറ്റേൺസ് എങ്ങനെ കട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് കൈക്കുഴിയൊക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതിലേക്ക് ചെയ്തോളൂ. കൺഫ്യൂഷൻസ് ഉള്ളവർ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഒരു പേപ്പറിൽ ആദ്യം കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെഷർമെൻറ്റിലാണ് ചെയ്യുന്നത്. ഒരു സ്ലീവ് ആട്ടോ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ 2 സ്ലീവ് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഫോൾഡ് ചെയ്തിട്ട്, അതായത് 4 തവണയായിട്ട് മടക്കിയിടുക. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ മടക്കാറില്ല. അപ്പോൾ ആദ്യം ഞാനിവിടെ കൈക്കുഴി എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൈക്കുഴിയുടെ, അതായത് ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ ഞാനതിനെ ഡിവൈഡഡ് ബൈ 2 രണ്ടായിട്ട് ഞാനതിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് 9 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു 9 ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴിയുടെ ഒരു സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതൊന്നങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. കൈക്കുഴി എപ്പോൾ ചെയ്യുമ്പോഴും കറക്റ്റ് ആവുന്നില്ല, അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നീറ്റ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുക. ഇനി നമുക്ക് ഈ ഒരു കൈക്കുഴി കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. അപ്പം നമുക്കൊരു 3 ഇഞ്ച് ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇത് നമുക്ക് ആ ഒരു കർവ് ചെയ്യുന്ന ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചുളിവ് വീഴാൻ അങ്ങനെയൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഇനി ഈ ഒരു പോയിന്റ് എത്തുന്നവരെ നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. പക്ഷെ ഇത് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ ആ കൈക്കുഴിയുടെ ഒരു ഭാഗം അത്ര നീറ്റ് ആവില്ല, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് ഈ ഒരു എൻഡ് വരെ നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ കൈക്കുഴിയുടെ പരിപാടി കഴിഞ്ഞു. ഇനി എന്ന് പറയുന്നത് നമുക്ക് ലെങ്ത് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഹാഫ് സ്ലീവ്, 3/4 ഫുൾ സ്ലീവ്, അങ്ങനെ 3 സ്ലീവാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫുൾ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 22 ഇഞ്ചാണ് കേട്ടോ. അത് ഏകദേശം എല്ലാവർക്കും തന്നെ 22, 23 ആ ഒരു റേഞ്ചിലാണ് വരിക. അപ്പം ഞാനിതാ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഒരു 22 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത മെഷർമെന്റ് എന്ന് പറയുന്നത് സ്ലീവിന്റെ ഈ ഒരു എൻഡിലുള്ള റൗണ്ട് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഈ കൈയുടെ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിന്റെ വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. ഏകദേശം എനിക്ക് 7 ഇഞ്ചസ് ആണ് വരിക. ഇത് ഒരുവിധം എല്ലാവർക്കും 7 ഇഞ്ചസ് തന്നെയാണ് കേട്ടോ വരിക. അപ്പൊ ഞാനതിനെ ഡിവൈഡഡ് ബൈ 2 ആക്കി, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിനെ കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഫുൾ സ്ലീവിന്റെ പാറ്റേൺസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോയിന്റ് മുതൽ താഴത്തെ ഈ ഒരു പോയിന്റ് വരെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. നമ്മുടെ സ്വന്തം മെഷർമെന്റിൽ ഇതുപോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ തയ്ക്കുമ്പോൾ സിമ്പിളായിട്ട് വേഗം കട്ടിങ് പരിപാടി വേഗം കഴിയും കേട്ടോ. ഇപ്പം നമ്മുടെ ബേസിക് സ്ലീവിൽ നിന്ന് നമ്മൾ ആദ്യത്തെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഹാഫ് സ്ലീവും അതുപോലെ തന്നെ 3/4 സ്ലീവും കൂടെ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ തയ്ക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കട്ടിങ് തീർക്കാൻ പറ്റും. ഈ ഒരു സ്ലീവ് തന്നെ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ ആദ്യം ഹാഫ് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. 8 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ഞാൻ ഹാഫ് സ്ലീവിന് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഹാഫ് സ്ലീവ് ഇവിടെ മെഷർമെന്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 3/4 ആണ് അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുട്ടും കൈയുടെ ജസ്റ്റ് താഴെയായിട്ടാണ് 3/4 വരിക. ജസ്റ്റ് ഒരു 2 ഇഞ്ചിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ എനിക്കിവിടെ സാധാരണ ഞാൻ എടുക്കാറ് 16 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒറ്റ പാറ്റേണിൽ തന്നെ 3 സ്ലീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഹാഫ് സ്ലീവും ഒരു 3/4 സ്ലീവും അതുപോലെ തന്നെ ഒരു ഫുൾ സ്ലീവും നമുക്കൊരു ഒറ്റ പാറ്റേൺ മതി കേട്ടോ. ഇത് 3ഉം കൂടെ ഉൾക്കൊള്ളിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതി കാണിക്കാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഹാഫ് സ്ലീവ് എന്നാണ് പറയാ. ഇത്ര ലെങ്ത് മതി കേട്ടോ. പിന്നെ അതിന്റെ താഴേക്ക് വരുന്നത് 3/4 സ്ലീവ് ആണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് 3/4 സ്ലീവുകളാണ്. പിന്നെ നമുക്ക് വരുന്നത് ഫുൾ സ്ലീവ് ആണ്. അപ്പൊ ഇങ്ങനെ 3 സ്ലീവിന്റെ പാറ്റേൺസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മുടെ
സീം എലവൻസ്, അതായത് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ ഒന്നും കൂടെ എളുപ്പമാവും. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് എന്ന് പറയുന്നത് സാധാരണ എൻ്റെ എല്ലാ സ്റ്റിച്ചിങ് വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ട് 1.5 ഇഞ്ചാണ് സൈഡിലേക്ക് തയ്യൽ തുമ്പ് വിടുന്നത്. അതുപോലെ തന്നെ താഴത്തേക്ക് 1 ഇഞ്ചാണ് ഇടാറ്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് 1 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മടക്കി അടിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് 1.5 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 2 ഇഞ്ച് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെ ചെയ്യുക. ഞാൻ സാധാരണ 1 ഇഞ്ചാണ് എടുക്കാറ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യൽ തുമ്പ് ഇടുമ്പോൾ ഈ ഒരു സൈഡും കൂടെ ഇടണം കേട്ടോ. മുകളിലത്തെ ഒരു ഭാഗം നമ്മൾ ബോഡി പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ഈ ഒരു സൈഡിലേക്ക് തികയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണിയിലേക്ക് ഇതിനെ കോപ്പി ചെയ്യുമ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് വിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ ഒറ്റ പാറ്റേണിൽ 3 സ്ലീവുകളാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതിൻ്റെ സ്ലീവിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പാറ്റേൺ തന്നെ നമ്മൾ ഒരുപാട് സ്ലീവുകൾ, വെറൈറ്റി ആയിട്ടുള്ള സ്ലീവുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമ്മൾ പറയുന്നത് സാധാരണ രീതിയിൽ പറയാറ് പാറ്റേൺ മാനിപ്പുലേഷൻ എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. എൻ്റെ തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ 3/4 സ്ലീവിന് വേണ്ടിയിട്ട് വെക്കുകയാണെങ്കിൽ ഇതുപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഹാഫ് സ്ലീവ് ആണ് വേണ്ടത് വെച്ചാൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു ഭാഗം മാത്രം ട്രേസ് ചെയ്തെടുക്കാം. ഫുള്ള് വേണമെങ്കിൽ നേരത്തെ ഇട്ടതുപോലെ നിവർത്തിയിട്ടിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.